നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാർത്ഥ ഭാര്യയും ഭർത്താവും ഞങ്ങളാണെന്ന് വീമ്പ് പറഞ്ഞു നടക്കുന്ന പലരുടെയും അവസ്ഥ ഇത് തന്നെയാ. ഒരേ വേവിലെന്താണ്, മേഡ് ഫോർ ഈച്ച് അതർ ആണ്. മരിച്ചാ പോലും ഒരുമിച്ച് മരിക്കൂ എന്നൊക്കെയാണ് പറച്ചിലുകൾ. അതാ കിടക്കുന്നത്. ആ ജ്യൂസിൽ എന്തോ കലർത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അതിപ്പോ എങ്ങനെയൊന്ന് കണ്ടുപിടിക്കുക? ആ ജ്യൂസിൽ എന്തോ കലർത്തിയിട്ടുള്ളത് കൊണ്ടാവുമല്ലോ സ്നേഹയ്ക്ക് ഞാൻ തന്നെ ജയിക്കണമെന്ന് വാശി വന്നത്. അതെന്തിനായിരിക്കും? നിധിയും ഗൗതമും ഈ ഗെയിമിൽ പരാജയപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ അടുത്ത ദമ്പതിമാരിലേക്ക് കടക്കുകയാണ്. ഞാൻ ജയിക്കണമെന്നുള്ളത് കൊണ്ടാണല്ലോ സ്നേഹ ഗൗതം 4ാമതാണ് നിൽക്കുന്നതെന്ന് രഹസ്യമായി പറഞ്ഞു തന്നത്. അതെന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അടുത്ത കപ്പിൾസ് അജി ആൻഡ് വിജി. വെയിറ്റ്. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിന്റെ പരാജയം ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഗിഫ്റ്റായി കിട്ടേണ്ടിയിരുന്ന ഈ ജ്യൂസ് ക്രിസ്റ്റിയും സ്നേഹയും കുടിക്കണം. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. എന്തു പറയുന്നു സ്നേഹ? അത് നിധി, ഞങ്ങൾക്കിപ്പോ ജ്യൂസ് ഒന്നും വേണ്ട. പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യട്ടെ. ഏയ്, അത് പറ്റില്ല. നിങ്ങൾ ഈ ജ്യൂസ് കുടിച്ചേ പറ്റൂ. എടുക്ക്, രണ്ടുപേരും ഈ ജ്യൂസ് എടുത്ത് കുടിക്കും. അയ്യോ വേണ്ട നിധി, പിന്നെ ആവട്ടെ. ലക്ഷ്മി, ഈ ജ്യൂസ് ഒന്ന് വാങ്ങിച്ചോളൂ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ സ്നേഹത്തോടെ തരുന്നതല്ലേ. പ്ലീസ് കുടിക്കും. ഓക്കെ, സമ്മതിച്ചു, കുടിച്ചേക്കാം. അയ്യോ, ഡ്രസ് മുഴുവൻ ജ്യൂസ് ആയല്ലോ സ്നേഹ. നോ ഇഷ്യൂ, സാറില്ല. സ്നേഹയ്ക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം നമുക്ക് ബ്രേക്ക് എടുക്കാം. എല്ലാവർക്കും അവരവരുടെ റൂമിലേക്ക് പോവാം. ബ്രേക്ക്. എക്സ്ക്യൂസ് മീ, റൂം നമ്പർ 103. ഓക്കെ സർ. ഓക്കെ സർ, വെൽക്കം. 104. അതെ, ഞാൻ ഇപ്പൊ വരാവേ. നീ ഇതോടെ പോവാ. അതെ, ഇപ്പൊ വരാം. താങ്ക് യു. എന്ത് പറ്റി നിനക്ക് പെട്ടെന്നൊരു മൂഡ് ഓഫ്? മൂഡ് ഓഫോ? എനിക്കോ? ഞാനേ ഫുൾ എനർജിയില. ആ, എന്നാ പിന്നെ ഇങ്ങോട്ട് വാ, ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടി അപ്പൊ തന്നെ തുടങ്ങിക്കോളും. എന്റെ മോനെ അവിടെ കിടക്ക്. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം. എന്തിനെ ടെൻഷൻ ആവുന്നത്? ഒന്ന് സമാധാനായിട്ടിരിക്കേ. സത്യം പറയാലോ ജ്യോതി, ഓരോ നിമിഷവും അവന്റെ ഒരു കോളിനായി പ്രതീക്ഷയോടെ കാത്തു നിൽക്കാൻ ഞാൻ. ഗൗതം കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത, അതായിരിക്കും ഞാൻ എന്റെ ജീവിതത്തിൽ കേൾക്കുന്ന ഏറ്റവും സന്തോഷകരമായ വാർത്ത. CKC പറഞ്ഞതനുസരിച്ച് നോക്കിയാ റിസോർട്ട് വരെ പോയിരിക്കുന്ന രണ്ടുപേരും നിസ്സാരക്കാരല്ല. കൊച്ചുപോലെ മഹാസാഗരത്തില് തന്ത്രം കളിച്ച് നിൽക്കുന്നവർക്ക് ഗൗതമിനെ പോലെ ഒരുത്തന്റെ ജീവൻ എടുക്കാന്ന് പറയുന്നത് നിസ്സാരമായിരിക്കും. പക്ഷെ അവരൊന്നും വിളിക്കുന്നില്ലല്ലോ ജ്യോതി. കാര്യം എന്തായെന്ന് അറിയാത്തതിന്റെ ഒരു ക്യൂരിയോസിറ്റി. നീ ഒന്ന് നെഞ്ചി കൈവച്ച് നോക്കിയേ, ഹൃദയം പടപടാന്ന് കിടന്നിരിക്കുക. അത്ര ടെൻഷൻ ആണെങ്കിൽ പിന്നെ അവരൊന്ന് വിളിച്ചു നോക്ക് CKC. യെസ്, ഒന്ന് വിളിക്കല്ലേ? അല്ല, അത് കുഴപ്പമാകത്തൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? പ്രണവ് കൃത്യമായി ഫ്രെയിം ചെയ്യപ്പെടുന്നതുകൊണ്ട് ഒരുപാട് അന്വേഷണമൊന്നും പോലീസ് നടത്താൻ പോകുന്നില്ല. CKC വിളിക്കും. ഹലോ സർ. എന്തായി കാര്യങ്ങൾ? സന്തോഷിക്കുന്നതായി എന്തെങ്കിലും നടന്നോടെ? വിളിച്ചാലും പറയാനുള്ളതൊരു ബാഡ് ന്യൂസ് ആയതുകൊണ്ടാണ് സാറിനെ വിളിക്കാതിരുന്നത്. ബാഡ് ന്യൂസോ? അതെന്ത് പറ്റി? ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആദ്യത്തെ അറ്റംപ്റ്റ് എന്റെ കൂട്ടാളിയുടേതായിരുന്നു. പക്ഷേ അവളുടെ തന്ത്രം ഒന്ന് പാളി, രക്ഷപ്പെട്ടു കളഞ്ഞു കണ്ടു. അപ്പോ നമ്മുടെ പ്ലാനിങ് നടക്കത്തില്ലേ? ഇനി എന്റെ പ്ലാൻ B തുടങ്ങുക.
കൂടിപ്പോയ ഇനി ഒരു അരമണിക്കൂർ. അതിനുള്ളിൽ സാറിന്റെ ഫോൺ റിങ് ചെയ്തിരിക്കും.